ഹലോ ഗായ്സ്, ഇന്ന് ഉച്ചയ്ക്ക് മമ്മിയുടെ വക ചക്കയും എൻ്റെ വക ചിക്കൻ കറിയായിരുന്നു സ്പെഷ്യല്. മമ്മി ചക്ക അടുപ്പ് വെച്ച് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഐസായിരുന്ന ചിക്കന് വേഗം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് സബോള എല്ലാം അരിഞ്ഞ് തക്കാളി അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അതിനിടയ്ക്ക് ഓരോരുത്തർ വന്നൊക്കെ നോക്കി പോകുന്നുണ്ട്. പിന്നെ ഐസായിരുന്ന ചിക്കനെ ഞാൻ പീസാക്കി എടുത്ത് അവന് വേണ്ട മസാലക്കൂട്ടൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉള്ളി ഒക്കെ വഴറ്റാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചത് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ട നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് മസാല ഇടുന്ന നാടൻ ചിക്കൻ മസാലയും പിന്നെ കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും മഞ്ഞൾപ്പൊടി നല്ലതല്ലേ മഞ്ഞൾപ്പൊടി ശരീരത്തിന്, അപ്പോൾ അതും പിന്നെ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം, അല്ലെങ്കിൽ കറിക്കൊരു കൊഴുപ്പുണ്ടാവില്ല. നമ്മൾ വെള്ളം ഒഴിച്ച പോലെ ഇരിക്കും കറിയെ. അതുകൊണ്ട് ലേശം മല്ലിപ്പൊടി നന്നായിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി വേണ്ടി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞത് ആദ്യം ഒന്ന് ചുമ്മാ ഇളക്കി പിന്നെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി എടുക്കും കേട്ടോ. അപ്പോഴേക്ക് ഈ പച്ചമണമൊക്കെ അങ്ങ് പോയി നല്ല സുന്ദര കുട്ടപ്പനായി വരുന്നത്. പിന്നെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞേച്ച് വേണം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാനേ. തക്കാളിയും കൂടെ വന്നാലല്ലേ ഉള്ളി ഒന്ന് കൊഴുത്ത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് തക്കാളി അങ്ങോട്ട് നന്നായിട്ടങ്ങ് മൂക്കുന്നതേ ഉള്ളൂ. മൂത്തതേ ഞാൻ തക്കാളി അങ്ങോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് നല്ലോണം വേവിക്കും. തക്കാളി ഉടഞ്ഞിരിക്കണമേ. അപ്പോൾ നന്നായി അടച്ച് വെച്ചങ്ങ് വേവിച്ച് കഴിയുമ്പോൾ ആ ഉടഞ്ഞിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൂടെ തട്ടിക്കൊടുത്തങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതേ സമയം ഞാൻ ക്ലീനിങ് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചിക്കൻ കറിയിൽ ഞാൻ ഇളക്കി ഇടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഇടയ്ക്കൊന്ന് പോയി നോക്കി എൻ്റെ മക്കൾ എന്നെ അടുക്കുവാന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് വാഴാറ്റു കാണുന്നു. അവർ കാണട്ടെ. അപ്പോഴേക്കും ചക്കയായി. ചക്കയും ഒരു വിധം ഞാൻ ഇളക്കി കൂട്ടി കണ്ടോ. ചക്ക ഇളകി കഴിഞ്ഞത് ഇതേ കണ്ടോ. ചക്കയും ചിക്കൻ കറിയും കൂട്ടി ഞാൻ നല്ലൊരു പിടി പിടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്